നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴം രാശി മാറുകയാണല്ലോ. ഇടവം രാശിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലേക്കാണ് വരുന്നത്. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ധനുക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 4 കൂറുകാർക്കും അതിൽ ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാർക്കും ഏത് രീതിയിലുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ധനുക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ധനുക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം എന്നിവ. ഇവരുടെ 6-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ 7-ാം ഭാവത്തിലേക്ക് വരുന്നത്. വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ധനുക്കൂറുകാർക്ക് ഏറെ ആശ്വാസകരമായിരിക്കും ഇപ്പോൾ 7-ൽ വരുന്ന വ്യാഴം. ഒരു കൂറിൻ്റെ 7-ൽ വ്യാഴം വരുമ്പോൾ ആ വ്യക്തിക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ജീവിത പങ്കാളിയിൽ നിന്നും നല്ല രീതിയിലുള്ള അനുഭവങ്ങളും സന്താനങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയോ തീർത്ഥയാത്രകൾക്ക് വേണ്ടിയോ സമയം ചിലവഴിക്കേണ്ടി വരിക, കാര്യലാഭം, ബുദ്ധിക്ക് ഉണർവ് എന്നിവയെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുക്കൂറുകാർക്ക് വ്യാഴം 1-4 ഭാവങ്ങളുടെ അധിപനാണ്. 1-4 എന്ന് പറയുന്നത് 2 കേന്ദ്രഭാവങ്ങളാണ്. ഒരു ശുഭഗ്രഹത്തിന് 2 കേന്ദ്രങ്ങളുടെ ആധിപത്യം വന്നാൽ ആ ഗ്രഹത്തിന് കേന്ദ്രാധിപത്യ ദോഷം എന്നൊരു ദോഷം സംഭവിക്കുന്നു. എന്നാൽ ഇവിടെ വ്യാഴം ധനുക്കൂറുകാരുടെ രാശ്യാധിപനായതിനാൽ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം സംഭവിക്കുന്നില്ല. അതിനാൽ വ്യാഴം ഇവർക്ക് ശുഭനാണ്. വ്യാഴം ഇവരുടെ 7-ാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി ഇവരുടെ 11-ാം ഭാവത്തിലും ജന്മക്കൂറിലും 3-ാം ഭാവത്തിലും പതിയുന്നു. 7-ാം ഭാവം നമ്മുടെ ദാമ്പത്യ ഭാവമാകയാൽ വ്യാഴം ഇവിടെ വരുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതം സുഖകരമായി തീരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ കഴിഞ്ഞു പോകുവാനും സാധിക്കുന്നു. ഏതെങ്കിലും കാരണങ്ങളാൽ പിണങ്ങിപ്പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒന്നിച്ചു ചേരുവാനും പ്രശ്നങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ പരിഹരിക്കുവാനും സാധിക്കുന്നു. അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്നും നല്ല ലാഭവും ഇപ്പോൾ ലഭിക്കുന്നു. മാത്രമല്ല പാർട്ട്ണർമാരുമായി നല്ല രീതിയിൽ തുടർന്നും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു. സുഹൃത്തുക്കളുമായിട്ടും അയൽപ്പക്കക്കാരുമായിട്ടും നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. പുതിയ റിലേഷനുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. മനസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങളും ഉണ്ടായി വരും. പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാനുള്ള ഒരു പരിശ്രമം നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ഏറെക്കുറെ അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. എങ്കിലും അതിനൊക്കെ ഇറങ്ങിത്തിരിക്കും മുമ്പ് ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവുമാണോ എന്നും ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ദശയും അപകാരവും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ. നിങ്ങൾ ടീം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ അനുകൂലമായ റിസൾട്ട് കിട്ടുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിപ്പോൾ അനുയോജ്യമായ ആലോചനകൾ ഒത്തുവരുവാനും വിവാഹം തന്നെ നടക്കുവാനും സാധ്യതയുണ്ട്. ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യാൻ ഇടയുള്ള സമയമാണ്. വീട് പണികൾ ആരംഭിക്കുവാൻ ഇരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ധനം ഒത്തുകിട്ടുന്നതുമാണ്. മാത്രമല്ല ഏതെങ്കിലും കാരണങ്ങളാൽ വീട് പണികൾ ഇടയ്ക്ക് വെച്ച് നിന്നുപോയിട്ടുള്ളവർക്ക് ആ പണികൾ പുനരാരംഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാണ്. ഇപ്പോൾ നിങ്ങളുടെ അമ്മയുമായിട്ട് നല്ല നിലയിൽ കഴിഞ്ഞു പോകാൻ സാധിക്കുന്നു. അമ്മയുടെ ആരോഗ്യനിലയും ഇപ്പോൾ മെച്ചമായിരിക്കും. വാഹനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കുടുംബക്കാരുമായും സുഹൃത്തുക്കളുമായും നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ സമയവുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. നല്ല തെളിഞ്ഞ ബുദ്ധിയും ഉത്സാഹവും ഉന്മേഷവുമൊക്കെ ലഭിക്കുന്നതുമാണ്. ശരീരം അല്പം തടിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ആഹാരകാര്യങ്ങൾ നിയന്ത്രിക്കുക. ധനുക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മകരക്കൂറുകാരുടെ ഫലങ്ങളാണ്. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഇവരുടെ 6-ലേക്കാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. 6-ാം ഭാവം വ്യാഴന് ഇഷ്ടമുള്ള ഒരു ഭാവമല്ല. ഇവിടെ വരുമ്പോൾ
വ്യാഴം മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. വ്യാഴം 6-ൽ വരുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കും, ശത്രുക്കൾ വർദ്ധിക്കും, കടങ്ങൾ പെരുകും, ധനനാശവും അലസതയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഏതുതരം സുഖഭോഗങ്ങൾ ഉണ്ടായാലും അത് അനുഭവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകും എന്നുമാണ് പറയുന്നത്. എന്നാൽ ഒരു ശുഭഗ്രഹം 6-ൽ നിന്നാൽ ശത്രുനാശം, രോഗശമനം, ആരോഗ്യം എന്നിവ ഉണ്ടാകുമെന്നാണ് പ്രശ്നമാർഗാചാര്യൻ പറയുന്നത്. എന്നാൽ പ്രശ്നമാർഗത്തിലെ ഈ ഫലം മുഴുവനായും ഇവിടെ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം വ്യാഴം മകരക്കൂറുകാർക്ക് 3-12 ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ ശുഭനല്ല, പാപിയാണ്. നമുക്ക് ഇവരുടെ ഫലങ്ങൾ കുറച്ചും കൂടി വിശദമായി പരിശോധിച്ച് നോക്കാം. വ്യാഴം 6-ാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി നമ്മുടെ 10, 12, 2 എന്നീ ഭാവങ്ങളിൽ പതിയുന്നു. ഇതിൽ 2ഉം 10ഉം അർത്ഥഭാവങ്ങളാണ്. വ്യാഴം നിൽക്കുന്ന 6-ാം ഭാവം ഒരു അർത്ഥഭാവവുമാണ്. നമ്മുടെ അർത്ഥഭാവം എന്ന് പറയുന്നത് 2, 6, 10 എന്നീ ഭാവങ്ങളാണ്. എന്നാൽ 12 ഒരു മോക്ഷഭാവമാണ്. അർത്ഥഭാവങ്ങൾ 3ഉം ആക്റ്റീവാകുമ്പോൾ, അർത്ഥം എന്നാൽ ധനമാണല്ലോ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ധനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇപ്പോൾ ഉണർന്നു വരുന്നതാണ്. ഏത് രീതിയിലും 10 കാശുണ്ടാക്കണമെന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുന്നു. മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതുമായിരിക്കും. ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ അനുയോജ്യമായ ഒരു കാലവുമാണ്. എന്നാൽ ഈ കോമ്പിനേഷനിൽ 12ാം ഭാവം കൂടി ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ പരിശ്രമം വിജയപഥത്തിലെത്തിക്കുവാൻ പാടായിരിക്കും. കാരണം 12 ഒരു നഷ്ടസ്ഥാനവുമാണല്ലോ. എന്നാൽ ഈ കോമ്പിനേഷനിൽ 12ന് പകരം 11 വന്നിരുന്നുവെങ്കിൽ ഇവർക്ക് നാനാവിധത്തിലുള്ള ധനപരമായിരിക്കും ഫലമായിട്ടുണ്ടാവുക. 12 ധനവ്യയത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. 6ാം ഭാവം വ്യാഴന് അനുകൂലമല്ല എന്ന് പറഞ്ഞല്ലോ. 6-ൽ നിന്നുകൊണ്ട് വ്യാഴം നമ്മുടെ 10ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ തൊഴിലിൽ നഷ്ടങ്ങളും ഉണ്ടാകാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു തൊഴിലിന് ശ്രമിക്കരുത്. അത് അബദ്ധമായി പോകും. സർക്കാർ സർവീസിലുള്ളവർ ഇപ്പോൾ തങ്ങളുടെ കർമ്മമേഖലയെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകർ, മേലധികാരികൾ ഇവരൊക്കെ ഇപ്പോൾ ശത്രുവായി തീരാം. മറ്റുള്ളവർ ചതിയിൽപ്പെടുത്താം. ഇപ്പോൾ പലവിധ ആരോപണങ്ങൾക്കും ശിക്ഷണ നടപടികൾക്കും വിധേയനാകാനും ഇടയുണ്ട്. തൊഴിലിൽ തരം താഴ്ത്തപ്പെടാനും സസ്പെൻഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനും ഇടയുണ്ട്. ഇത് പറയാൻ കാരണം 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കർമ്മഭാവത്തെയും വ്യയഭാവത്തെയും ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടാണ്. പാപം വ്യയം ച പതനം നിരയെ വാമവമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയേൽ എന്ന പ്രമാണപ്രകാരം ഇപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യമുണ്ടാകാം. വളരെയധികം ചിലവുകൾ വന്നു ചേരാം. വീഴ്ചകൾ പോലെയുള്ള അനുഭവങ്ങളും ഉണ്ടാകാം. ഇടത്തെ കണ്ണിന് രോഗവും വരാം. നമ്മൾ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പദവി നഷ്ടപ്പെടാം. ശരീരാവയവങ്ങൾക്ക് വൈകല്യം പോലെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. ഇതൊക്കെയാണ് 12ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ 6-ൽ നിന്നുകൊണ്ട് 12ാം ഭാവാധിപനായ വ്യാഴം തൻ്റേതു തന്നെയായ 12ാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുകയാൽ ആ ഭാവത്തിൽ നിന്നുമുണ്ടാകേണ്ട ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ്. ഒരു ഭാവത്തെ ഭാവാധിപൻ തന്നെ ദൃഷ്ടി ചെയ്താൽ ആ ഭാവം പുഷ്ടിപ്പെടുകയും ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ജാതകന് ശുഭഫലം പ്രദാനം ചെയ്യും എന്നുമുള്ള ഒരു പ്രമാണവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്ഥാനഭ്രംശവും വൈകല്യവും ഒന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല. എങ്കിലും 12ാം ഭാവാധിപൻ ധനഭാവത്തെ ദൃഷ്ടി ചെയ്യുകയാൽ ധനം വ്യയമായി പോകാനിടയുണ്ട്. ഈ ഒരു ഫലം കേൾക്കുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ഇപ്പോൾ വലിയ തോതിൽ പണം മുടക്കി പുതിയ ഒരു സംരംഭത്തിനും ഇറങ്ങി പുറപ്പെടാതിരുന്നാൽ മതി. ചിലവുകൾക്കെല്ലാം ഒരു നിയന്ത്രണം വയ്ക്കണം. സ്വന്തമായി ഒരു ബഡ്ജറ്റും തയ്യാറാക്കണം. ഗ്രഹങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ ഒന്ന് കരുതിയിരിക്കണം, അത്രയേയുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു പ്രമാണവും ഉണ്ടല്ലോ. ദാനധർമാദി കാര്യങ്ങൾക്ക് വേണ്ടിയും തൊഴിലിന് വേണ്ടിയും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചിലവുകൾ വരാൻ സാധ്യതയുമുണ്ട്. മകരക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടുകൾ ഒന്നും കൂടാതെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റമായ 5 മാസത്തെ സേഫായി കൊണ്ടുപോകാനാകും. മാത്രമല്ല, ഇപ്പോൾ 3-ൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് അനുകൂലമായ സ്ഥാനത്തുമാണല്ലോ. ശനിയും വ്യാഴനും ഒരുമിച്ച് പിഴയ്ക്കുമ്പോഴാണ് നമുക്ക് സകലമാന ദുരിതങ്ങളും വന്നു ചേരുന്നത്.
ഇനി നമ്മൾ പരിശോധിക്കുന്നത് കുംഭക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലമാണ്. കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഈ കൂറുകാരുടെ 5ാമത്തെ ഭാവത്തിലേക്കാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. വ്യാഴം 5ാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലതാണ്. 5 എന്ന് പറയുന്നത് 9ാം ഭാവത്തെ പോലെ നമ്മുടെ മറ്റൊരു ഭാഗ്യസ്ഥാനമാണ്. ഇത് നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രസ്ഥാനവുമാണ്. നമ്മുടെ മനസ്സിൻ്റെയും ഒരു സ്ഥാനം കൂടിയാണ്. പലതിനെക്കുറിച്ചും നമുക്ക് ഒരു തിരിച്ചറിവ് നൽകുന്നത് നമ്മുടെ 5ാം ഭാവമാണ്. പ്രത്യേകിച്ചും കുംഭക്കൂറുകാരുടെ 5ാം ഭാവത്തിൻ്റെ അധിപൻ ബുദ്ധിയുടെയും അറിവിൻ്റെയും വിദ്യയുടെയും കാരകനായ ബുധനാകുമ്പോൾ ഇവരുടെ ബുദ്ധിശക്തിയും വിവേചനശക്തിയും നമുക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. വ്യാഴം സന്താനകാരകനാണ്. ഈ സന്താനകാരകൻ നമ്മുടെ സന്താനഭാവത്തിൽ വരുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ദമ്പതിമാർ ആരെങ്കിലും ഈ കൂറിൽ ജനിച്ചവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സന്താനം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതുമാണ്. ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ഈ കാലഘട്ടത്തിൽ വേണ്ടുന്നതായ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം ലഭിക്കുന്നതാണ്. ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരം അതാത് ഗ്രഹങ്ങളുടെ സമയം വരുമ്പോഴാണല്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് പതിവിലും കവിഞ്ഞ തിളക്കവും സുതാര്യതയും ലഭിക്കുന്നതാണ്. വേണ്ടുന്നത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്യുവാനും ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുംഭക്കൂറുകാരുടെ 2ഉം 11ഉം ഭാവാധിപനാണ് വ്യാഴം. 2 നമ്മുടെ ധനത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. 11 നമ്മുടെ സർവ്വ അഭിഷ്ടങ്ങളുടെയും പൂർത്തീകരണത്തിൻ്റെ ഭാവമാണ്. വ്യാഴം നമ്മുടെ 5ാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി നമ്മുടെ 9ാം ഭാവത്തിലും 11ാം ഭാവത്തിലും ജന്മക്കൂറിലും പതിയുന്നു. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു യോഗമാണ്. ഇവിടെ വ്യാഴം നമ്മുടെ മോശമായ ഒരു ഭാവത്തെയും സ്പർശിക്കുന്നില്ല എന്ന കാര്യവും ഓർമ്മയിൽ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ധർമ്മത്രികോണങ്ങളായ 1, 5, 9 എന്നീ ഭാവങ്ങൾ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം വ്യാഴത്തിൻ്റെ രാശാധിപത്യമുള്ള 2ഉം 11ഉം ഭാവങ്ങളും ഭാഗ്യത്തിലൂടെയുള്ള ഒരു ധനവർദ്ധനവിനെയാണ് ഇത് കാണിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് ധനം വന്നു ചേരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 5ാം ഭാവം നമ്മുടെ സർഗാത്മകമായ കഴിവുകളുടെ ഒരു ഭാവവുമാണ്. ഇവിടെ വ്യാഴം വരുമ്പോൾ നിങ്ങളിൽ കലാപരമായിട്ടോ സാഹിത്യപരമായിട്ടോ എന്തെങ്കിലും കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നു എങ്കിൽ അത് പുറത്തെടുക്കുവാൻ പറ്റിയ സമയമാണ്. നിങ്ങളുടെ ഇത്തരം കഴിവുകളെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുക വഴി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അതുവഴി കുറച്ച് ധനവും കൈവന്നു ചേരുവാനും ഇടയുണ്ട്. എന്നാൽ അതിന് നിങ്ങളുടെ ജാതകത്തിൽ ഒരു യോഗമുണ്ടായിരിക്കണം. ഇപ്പോൾ നടക്കുന്ന ദശയോ അപകാരമോ അതിനെ അനുകൂലിക്കുകയും വേണം. വിദ്യാഭ്യാസപരമായി ഇത് അനുകൂലമായ കാലമാണ്. ചെറിയ ക്ലാസുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സാഹചര്യമാണ്. നിങ്ങളുടെ ജാതകത്തിൽ വിദേശയാത്രയ്ക്കുള്ള ഒരു യോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിത്തിരിക്കുക. ഇല്ലെങ്കിൽ വെറുതെ മെനക്കെടാതിരിക്കുക. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും ഈ 5 മാസത്തെ നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ടുപോകുന്നത്. ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായും അധ്യാപക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായും നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന കാലമാണ്. നിങ്ങൾക്ക് അനുയോജ്യനായ ഒരു ഗുരുനാഥനെ കണ്ടെത്തുവാനും ഇപ്പോൾ സാധിക്കുന്നതുമാണ്. പ്രണയിക്കുവാൻ അനുകൂലമായ കാലമാണ്. സഹജീവികളോടും ഈ പ്രകൃതിയോടും എന്തിന് നമ്മോട് തന്നെ ഒരു പ്രണയം തോന്നുന്നതുമാണ്. ആത്മീയവും ആധ്യാത്മികവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ്. മനസ്സിൽ ഭക്തിയും ഈശ്വരവിശ്വാസവും ഉണ്ടാകുന്നതുമാണ്. ഇപ്പോൾ തീർത്ഥയാത്രകൾക്കും അനുകൂലമായ സാഹചര്യമാണ്. നമ്മുടെ 5ാം ഭാവം ലോട്ടറി, സ്റ്റോക്ക് മാർക്കറ്റ്, ഊഹക്കച്ചവടം, ബാങ്കിംഗ് ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. ഈ ഭാവത്തിന് ഇപ്പോൾ 9, 11, 1 എന്നീ ഭാവങ്ങളുമായി ബന്ധം വരികയാൽ ഈ പറഞ്ഞ മേഖലയിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം കാണുന്നു. നിങ്ങൾ ലോട്ടറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ഒരു ലോട്ടറി എടുത്തു വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെക്കുറിച്ച് തന്നെ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അനുകൂലമായ ദശയോ അപകാരമോ ആണെങ്കിൽ അത് ആരോഗ്യപരമായ ചിന്തകളാകാം. മറിച്ചാണെങ്കിൽ മോശം ചിന്തകളുമാകാം. കാരണം 2, 11 ഭാവങ്ങൾ സാമ്പത്തികമായ ഉന്നതിയെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളാണെങ്കിലും ഈ 2 ഭാവങ്ങളും മാരകഭാവങ്ങളും കൂടിയാണ്. അത് 5ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിനെയും ലഗ്നത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ നമ്മുടെ ശരീരത്തിനെയും പ്രതികൂലമായി ബാധിക്കാം.
ഇപ്പോൾ എന്തായാലും തടി അല്പം കൂടാൻ ഇടയുണ്ട്. ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ളവർ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഫാറ്റി ലിവർ കൂടാനും ഇടയുണ്ട്. ഇപ്പോൾ ആഹാര കാര്യത്തിൽ താല്പര്യം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ആ കാര്യവും നിയന്ത്രിക്കുക. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി ശരീരം ഒന്ന് ഒതുക്കിയെടുക്കുവാനും ശ്രദ്ധിക്കുക. ഈ വ്യാഴമാറ്റത്തിൽ കുംഭക്കൂറുകാരുടെ ഏകദേശമായ ഫലങ്ങൾ ഈ രീതിയിലുള്ളതായിരിക്കും. ജാതകത്തിലെ നിങ്ങളുടെ ലഗ്നത്തിൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് കുറേയേറെ വ്യത്യാസങ്ങൾ വരാം. അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് മീനക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ്. ഇവരുടെ 4ാം ഭാവത്തിലേക്കാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. വ്യാഴം എന്ന ഗ്രഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു ഭാവമാണ് 4ാം ഭാവം. എന്നാൽ ചാരവശാൽ വ്യാഴം 4ൽ വരുമ്പോൾ നല്ല ഫലങ്ങളല്ല ഫലദീപിക പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. വ്യാഴം ചാരവശാൽ ജന്മക്കൂറിൻ്റെ 4ൽ വരുമ്പോൾ ബന്ധുക്കൾ മൂലം ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളും സുഖഹാനിയും രോഗവർദ്ധനയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഫലങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കാം. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പൊതുഫലങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മൾ വ്യക്തിയാധിഷ്ഠിതമായി നോക്കുമ്പോൾ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ അതേപടി എടുക്കുവാൻ പാടില്ല. 4ൽ വരുന്ന ഒരു ഗ്രഹം ജാതകന് ആരാണെന്ന് കൂടി നോക്കണം. മീനക്കൂറുകാരുടെ രാശ്യാധിപനും 10ാം ഭാവാധിപനുമാണ് വ്യാഴം. ആ നിലയിൽ നോക്കുമ്പോൾ വ്യാഴം ഇവർക്ക് 2 കേന്ദ്രഭാവങ്ങളുടെ അധിപനാണ്. ഒരു ഗ്രഹത്തിന് 2 കേന്ദ്രങ്ങളുടെ ആധിപത്യം വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന് കേന്ദ്രാധിപത്യ ദോഷം എന്നൊരു ദോഷം സംഭവിക്കുന്നു. എന്നാൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം രാശ്യാധിപൻ ആകയാൽ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഫലദാതാവായി മാറുന്നതുമാണ്. 4ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മ, വീട്, വാഹനം, ബന്ധുക്കൾ മുതലായവയാണല്ലോ. മാത്രമല്ല 4ാം ഭാവം നമ്മുടെ സുഖസ്ഥാനവും കൂടിയാണ്. വ്യാഴം 4ൽ വരുമ്പോൾ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശുഭാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അമ്മയുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നു. അതുപോലെ ഇപ്പോൾ വീട് വയ്ക്കുവാൻ അനുകൂലമായ സമയവുമാണ്. എങ്കിലും അനാവശ്യമായ ചിലവുകൾ വരാതെ സൂക്ഷിക്കണം. വീട്ടിൽ വെച്ച് ശുഭകരമായ ചടങ്ങുകൾ നടക്കുവാനിടയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും വീട് മോടി പിടിപ്പിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും സാധ്യതയുണ്ട്. കുടുംബസംബന്ധമായി ഉത്തരവാദിത്വങ്ങൾ കൂടുവാനും സാധ്യതയുള്ള സമയവുമാണ്. റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ നടത്തുവാൻ സാധ്യതയുള്ള സമയമാണ്. എങ്കിലും 4ൽ നിൽക്കുന്ന വ്യാഴൻ്റെ ദൃഷ്ടി അഷ്ടമത്തിൽ പതിയുന്നതിനാൽ ഇടപാടുകൾ നടത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ നമ്മുടെ വീടോ വസ്തുവോ വിൽക്കുമ്പോഴും സൂക്ഷിക്കണം. അവസാന നിമിഷം അവർ വാക്കുമാറ്റി പറയാനോ പറഞ്ഞിരുന്ന തുകയിൽ നിന്നും വില താഴ്ത്തി പറയാനോ സാധ്യതയുണ്ട്. നമ്മുടെ അത്യാവശ്യം നിമിത്തം നമുക്ക് ഒന്നും പറയുവാനും സാധിക്കുകയില്ല. ഒരുപക്ഷെ വളരെ നാളായി വിറ്റുപോകാതെ കിടക്കുന്ന വസ്തുവോ വീടോ ആയിരിക്കാം അത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇടപാടുകൾ നമ്മൾ ഒറ്റയ്ക്ക് നടത്താതെ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും സഹകരണം കൂടി പ്രയോജനപ്പെടുത്തുക. നല്ലവണ്ണം സംസാരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഏറെ നന്ന്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ ലഭിച്ചു എന്നും വരാം. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുവാനും ഇടയുണ്ട്. മനസ്സിൽ ഈശ്വര ചിന്തകൾ ഉണർന്നു വരാം. ആത്മീയപരമായ കാര്യങ്ങളിലും ആശ്രമപരമായ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കാം. മനസ്സിൽ ചില സമയം ഒരു അസ്വസ്ഥതയുണ്ടാകാൻ ഇടയുണ്ട്. തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി അല്പം ഏകാന്തത ആഗ്രഹിക്കുന്ന സമയവുമാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. അപ്പോൾ മീനക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതൊക്കെയാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടുതൽ ലഭിക്കുവാൻ ഇപ്പോൾ ശ്രീ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മീനക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മശനിയാണല്ലോ. അതിനാൽ ശനിയാഴ്ച തോറും ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനത്തിന് കൊടുക്കുന്നത് ശനിയുടെ ദോഷത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. 2025 മെയ് മാസം 14-ാം തീയതിയിലെ വ്യാഴമാറ്റം ധനു, മകരം, കുംഭം, മീനം എന്നീ കൂറുകളിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 9 നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു.
നന്ദി, നമസ്കാരം.